താടി വെച്ചുകൊണ്ട് എല്ലാവരെയും പറ്റിക്കുന്നു എന്നുള്ളൊരു ടോക്ക് ഒരുപാട് നാളായിട്ട് ലാലേട്ടനുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ലാലേട്ടൻ ബ്രേക്ക് ചെയ്യാറുണ്ട്. ആ ബ്രേക്ക് ചെയ്യുന്ന ടൈമിൽ വരുന്ന ആ ഒരു പവർ എന്ന് പറയുന്നത് അന്യായമാണ്. അതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. ഒരാൾ മീശ പിരിച്ച് താടിയൊക്കെ ഷേവ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയ മുഴുവൻ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ്, അവിടെ എല്ലാം സ്റ്റോറി, സ്റ്റാറ്റസ് എല്ലായിടത്തും മൊത്ത തരം കാട്ടി, ഈവൻ ന്യൂസിൽ വരെ, മാധ്യമത്തിൽ വരെ ചർച്ചയായിട്ടിരിക്കുന്ന ഒരു ലുക്കുമായിട്ടാണ് സാക്ഷാൽ ലെജൻഡറി മോഹൻലാൽ എത്തിയിരിക്കുന്നത്. L366 ഒരു ഭാഗമായിട്ടാണ്, അതായത് ലാലേട്ടൻ്റെ 366ാമത് ചിത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു സെറ്റപ്പിലായിട്ട് ലാലേട്ടൻ വന്നിരിക്കുന്നത്. അതായത് തരുൺ മൂർത്തിയാണ് സംവിധാനം ചെയ്യുന്നത് ആ ഒരു സിനിമ. തുടരും സിനിമയ്ക്ക് ശേഷം തരുൺ മൂർത്തിയുമായിട്ട് ലാലേട്ടൻ വീണ്ടും ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ് ഈ സിനിമയ്ക്ക് ഇതുവരെ പേരിട്ടിട്ടില്ല. L366 എന്നാണ് സിനിമയുടെ ഇപ്പോൾ ഉള്ള ഒരു ടെമ്പററി ടൈറ്റിലായിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിലൊരു പോലീസ് കഥാപാത്രം എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇത് മുമ്പൊരാൾക്ക് കൊടുക്കാനിരുന്ന സിനിമയായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു തല്ലുമാലയിലെ കോലുള്ള ഒരു പുള്ളി, അഗസ്റ്റിൻ അങ്ങനെ എന്താണ് പുള്ളിയുടെ പേര്, എനിക്ക് വിട്ടുപോയി. അപ്പോൾ പുള്ളിക്കാണ് ഈ സിനിമ എന്തോ കൊടുക്കാനിരുന്നു. പിന്നെ പ്രൊഡക്ഷൻ സൈഡിന് അതൊരു സാറ്റിസ്ഫൈ ആയില്ല എന്നൊക്കെ പറഞ്ഞ് മാറി ഇപ്പോൾ തരുൺ മൂർത്തിയിലേക്ക് വന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു തുടരും ടീമും ഇതിലും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനതൊരു പോലീസ് കഥാപാത്രത്തിലാണ്. അതുകൊണ്ട് ഇപ്പം ആ താടിയൊക്കെ ഒന്ന് കളഞ്ഞൊന്ന് ഒരു ഷേബിൽ മീശയൊക്കെ പിരിച്ച് ഒരു ലുക്കിൽ ഇന്നലെ ഒരു ഫോട്ടോ ലാലേട്ടൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയായി, വൈറലായി, എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തു. കാരണം ലാലേട്ടൻ താടി വെച്ചേക്കും നടക്കുന്നു. ഇപ്പോൾ ലാലേട്ടൻ വീണ്ടും ആ ഷേവ് ചെയ്ത്, അതെനിക്ക് അവസാനമായിട്ട് ലാലേട്ടൻ താടി കഴിച്ചിട്ടുള്ളത്, ഷേവ് ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ലോഹം സിനിമയിലാണെന്ന് തോന്നുന്നു. അതിലൊരു മീശ പിരി ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ കൊള്ളാം. എന്നിരുന്നാൽ ഈ ഫോട്ടോയിൽ കണ്ടപ്പോൾ കുറച്ചുകൂടി ഒരു ആർജവം, ഒരു ലുക്ക്, ഒരു രാജകീയം തോന്നി ഇന്നലെ ലാലേട്ടൻ ഷെയർ ചെയ്ത ഫോട്ടോയിൽ. അപ്പോൾ ഈ ഒരു സിനിമ തരുൺ മൂർത്തിയുടെ തുടരും കണ്ടവർക്കറിയാം തരുൺ മൂർത്തിയുടെ ആ ഒരു മേക്കിംഗ്, ആ ഒരു ഡയറക്ഷൻ എങ്ങനെയാണെന്ന്, അല്ലെങ്കിൽ പ്രേക്ഷകർ എങ്ങനെയാണ് ലാലേട്ടനെ കാണാൻ ആഗ്രഹിക്കുന്നതെന്നും നല്ല രീതിയിൽ ആ ഒരു പൾസ് അറിയാവുന്ന ഒരു ഡയറക്ടറും കൂടെയാണ് തരുൺ മൂർത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമയിലും അതുപോലത്തെ മാസ് രംഗങ്ങളും ഇമോഷണൽ രംഗങ്ങളും പ്രേക്ഷകരെ കണക്ട് ചെയ്യാനുള്ള രംഗങ്ങളും തീർച്ചയായിട്ടും തരുൺ മൂർത്തി ഉൾപ്പെടുത്തുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ലാലേട്ടൻ, എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ ഒരു സൂപ്പർ ഡൂപ്പർ പടം വരാൻ പോവുകയാണെന്നാണ് L366. ഒരു പോലീസ് ഇതാണ്. അപ്പോൾ കുറേ നാളായിട്ട് പോലീസ് കഥാപാത്രങ്ങളിലായിട്ട് ഇല്ലാതാനും ലാലേട്ടനൊരു പടം. അപ്പോൾ അതുമായിട്ട് വരുന്നു. താടി ഷേവ് ചെയ്തിട്ട് ഇപ്പോൾ ആ മീശ ലുക്കിൽ വരുന്നു. അത് തന്നെ തിയേറ്ററിൽ വരുമ്പോഴേക്കും ആ ഒരു നല്ലൊരു ഓളം സൃഷ്ടിക്കാൻ കഴിയും. ആൻഡ് തരുൺ മൂർത്തിയെ പോലെ ഒരു ഡയറക്ടർ, അല്ലെങ്കിൽ ലാലേട്ടനെ എങ്ങനെ പ്ലേസ് ചെയ്യാമെന്ന് അറിയുന്ന ഡയറക്ടർ, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഫാൻസിൻ്റെ പൾസ് അറിയുന്ന ഒരു ഡയറക്ടർ, അല്ലെങ്കിൽ ലാലേട്ടൻ ഫാൻ ബോയ് ആയ ഡയറക്ടർ. അപ്പോൾ പുള്ളിക്ക് അറിയായിരിക്കും എങ്ങനെയായിരിക്കും ലാലേട്ടനെ പ്ലേസ് ചെയ്യുക, എങ്ങനെയായിരിക്കും ലാലേട്ടന് ഒരു ഇൻട്രോ കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ മിക്കവാറും ലാലേട്ടൻ്റെ ഒരു തീപ്പൊരി പെർഫോമൻസ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിലുപരി ലാലേട്ടൻ ആ മാസും സ്വാഗൊക്കെ മാക്സിമം ഉപയോഗിക്കുന്ന ഒരു സിനിമ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ലാലേട്ടൻ്റെ ആ മീശയും ആ താടിയില്ലാത്ത ആ ഒരു കവിളും കാര്യങ്ങളും എല്ലാം ലാലേട്ടൻ ആ ഭാഷയും ദേശീയ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നല്ല ലുക്കുണ്ടായിരിക്കും. അപ്പോൾ ഈ സിനിമ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഡയറക്ടർ തരുൺ മൂർത്തിയാണ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ലാലേട്ടൻ താടി ഷേവ് ചെയ്ത് മീശ മാത്രം വെച്ചിരിക്കുന്നുണ്ട്. ആൻഡ് സിനിമയിൽ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ടീമുകളും ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു പടം നല്ലൊരു പടം വരാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. ആൻഡ് സിനിമ തൊടുപുഴയിൽ ജനുവരി 23 എന്തോ ഷൂട്ടിംഗ് തുടങ്ങി, ഇന്നലെയാണ് തുടങ്ങിയെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ തൊടുപുഴ വേറൊരു സ്ഥലമായിട്ട് ബന്ധമുണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു പടം എനിക്ക് തോന്നുന്നു ആസ് സൂൺ ആസ് വരുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ വരട്ടെ. ലാലേട്ടൻ്റെ ഒരു നല്ലൊരു കഥാപാത്രം തന്നെ വരട്ടെ. ആ തുടരും പോലെ ഒരു നല്ലൊരു ബിഗ് ഹിറ്റ് ആയിട്ടുള്ള ഒരു വലിയൊരു പടം തന്നെ വരട്ടെ. എല്ലാവരും പ്രതീക്ഷിക്കുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പടം തന്നെ വരട്ടെ. അത് തന്നെയായിരിക്കും വരാൻ പോകുന്നത്. ലാലേട്ടൻ ആ ലുക്ക് ഇതിനോടകം തന്നെ ട്രെൻഡായിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് നാളുകൾക്ക്, അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ലാലേട്ടനെ താടി ഷേവ് ചെയ്ത് വെറും കട്ടി മീശയിൽ നിൽക്കുന്ന ആ ഒരു രംഗം എല്ലാവരും ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഫോട്ടോസും വൈറലായി. മൊത്തത്തിൽ മീശ മുറുക്കിയിട്ട് ഇനി ഒരു വരവുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. ഇനിയിപ്പം എന്തായാലും ഇതിലും മീശ മുറുക്കി
മുണ്ട് അതൊക്കെ കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവുമെന്നാണ് എനിക്കും തോന്നുന്നത്. പക്ഷെ ആ പോലീസ് കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ വീണ്ടും അവിടെ ഒരു പുതിയൊരു കാര്യം വരാണ്. കാരണം കുറേ നാളായല്ലോ ആ ഒരു കോപ്പ് റോളൊന്നും എടുക്കാതെ, പോലീസ് റോള്, അതാണ് കോപ്പ് പറയുന്നത്, കോപ്പ് റോളൊന്നും എടുക്കാതെ ഒരുപാട് നാളായല്ലോ. അപ്പോൾ ഇതിൽ ആ ഒരു സിസ്റ്റം കൂടെ വരുന്നുണ്ട്, നന്നായിട്ടിരിക്കും. ആൻഡ് എനിക്ക് തോന്നുന്നത് നല്ല രീതിയിലുള്ള ഒരു സംഭവം തന്നെ വരുമെന്ന് തന്നെയാണ്. കാരണം തരുൺമൂർത്തിയിലൊരു വിശ്വാസമുണ്ട്. പുള്ളി പിന്നെ ഓവറായിട്ട് ഇങ്ങനെ വായ്ത്താളം അടിക്കുന്ന ഒരു ഡയറക്ടറും അല്ല. പുള്ളി കാര്യങ്ങളൊക്കെ ഇങ്ങനെ അനലൈസ് ചെയ്ത് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. ഫാബ്രിക്കേറ്റൻ അല്ലെങ്കിൽ മാനിപ്പുലേഷൻ ഉള്ള ഒരു ഡയറക്ടറും അല്ല. അപ്പോൾ കണ്ടറിയാൻ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരു നല്ല സിനിമ വരുന്നതിന്. കാരണം ലാലേട്ടൻ ആ താടിയില്ലാതെ കാണുമ്പോൾ തന്നെ ഒരു ഫ്രഷ് ലുക്ക് തോന്നിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പോലീസ് കഥാപാത്രം അപ്പോഴും ഒരു ഫ്രഷ്നെസ് വരുന്നുണ്ട്. മൊത്തത്തിൽ എല്ലാവരും ഫ്രഷ് ടീമും ഫ്രഷ്നെസ്സും ഒക്കെ വരുന്നതാണ്. അപ്പോൾ ഫ്രഷ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നു എന്നുണ്ടെങ്കിൽ പടം തീർച്ചയായിട്ടും വിജയം നൽകും, വിജയം വരിക്കും, അതിൽ വേറെ സംശയങ്ങളൊന്നുമില്ല. അപ്പം ക്ലാഷിനൊന്നും വരാതിരിക്കാൻ വേണ്ടി മലയാള സിനിമക്കാരും നോക്കുക. കാരണം ലാലേട്ടൻ ആ ഒരു സിനിമയിൽ ചെറിയൊരു പോസിറ്റീവ് മതി, പൊട്ടൽ, അതായത് കളക്ഷൻ അമ്മാര് വരുമെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ലാലേട്ടൻ്റെ ലുക്ക് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ചർച്ചാ വിഷയമായിട്ടിരിക്കുന്നത്. അത് മാധ്യമങ്ങളിലായാലും സോഷ്യൽ മീഡിയസിലായാലും സൂപ്പറായിട്ട് ആ രാജകീയ മീശയൊക്കെ ഇങ്ങനെ നല്ല ലുക്കായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത അപ്ഡേറ്റ്സും കാര്യങ്ങളായിട്ട് വരാം. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് ചെയ്തോ, കമൻറ്റ് ചെയ്തോ, ഷെയർ ചെയ്തോ, ഹൈപ്പ് ചെയ്തോ. അപ്പോൾ ബൈ.